കെട്ടിടങ്ങൾ പടവ് നടക്കുമ്പോഴും അത് തേച്ചു കഴിഞ്ഞാലുമെല്ലാം നനച്ചു കൊടുക്കുന്നത് പലർക്കും ബുദ്ധിമുട്ടുള്ള ഒരു ജോലി തന്നെയാണ്. സാധാരണ വാട്ടർ പമ്പിൽ നിന്ന് വരുന്ന വെള്ളം ഫോഴ്സ് ഇല്ലാത്തതുകൊണ്ട് ഉയരങ്ങളിൽ നനക്കുന്നതിന് പൈപ്പിൻ്റെ അറ്റത്ത് വിരൽ പ്രസ് ചെയ്ത് വെള്ളം ചീറ്റിക്കുകയാണ് പൊതുവെ എല്ലാവരും ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ 1-2 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കൈ വേദനിക്കാൻ തുടങ്ങുമെന്ന് മാത്രമല്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന ഭാഗത്തേക്ക് തന്നെ വെള്ളം എത്തിക്കുവാൻ നന്നായിട്ട് പ്രയാസപ്പെടുകയും ചെയ്യണം. അതിനും പുറമെ ഇത് ചെയ്യുന്നയാൾ ആകെ നനഞ്ഞു കുളിക്കുകയും ചെയ്യും. അതും പോരാഞ്ഞ് വീടിനകത്തുകൂടെയെല്ലാം ഈ ഹോസ് വലിച്ചുകൊണ്ട് നടക്കുമ്പോൾ പുതിയതായിട്ട് തേച്ച വക്കും മൂലയും എല്ലാം പൊട്ടിപ്പോവുകയും ചെയ്യും. എന്നാൽ ഇത്തരം പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെ, യാതൊരു അധിക ചെലവുമില്ലാതെ ഇതേ പൈപ്പ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ താഴെ നിന്ന് വീടിന്റെ 2ാം നില വരെ സ്ത്രീകൾക്കും കുട്ടികൾക്കും വരെ നനക്കാവുന്ന ഈസി സംവിധാനമാണ് ഈ വീഡിയോയിൽ നിർമ്മിച്ച് കാണിക്കുന്നത്. ഞാൻ ഹമീദ് ഓർബിറ്റ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഓൺ ചെയ്ത് വെക്കുക. എത്ര ഉയരത്തിലും ഈസിയായി നനക്കാവുന്ന ഈ സംവിധാനം ചെയ്തെടുക്കാൻ നമുക്ക് ആദ്യം വേണ്ടത് പമ്പിൽ നിന്ന് വരുന്ന ഫ്ലക്സ് പൈപ്പിലേക്ക് ടൈറ്റായിട്ട് കയറി നിൽക്കുന്ന ഒരു PVC പൈപ്പിൻ്റെ ചെറിയൊരു കഷ്ണമാണ്. ഇത് ഏകദേശം ഒരു 6 ഇഞ്ച് മാത്രം നീളം മതിയാവും. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് പോലെ ഈ ഫ്ലക്സ് പൈപ്പിലേക്ക് വളരെ ടൈറ്റായിട്ട് തന്നെ നിൽക്കുന്ന ഒരു PVC പൈപ്പിൻ്റെ കഷ്ണമാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇത് അല്പം നീളം കൂടിയാലും കുറഞ്ഞാലും ഒന്നും പ്രശ്നമില്ല. നമ്മൾ ഉപയോഗിക്കുന്ന ഫ്ലക്സ് പൈപ്പിൽ നിന്ന് പുറത്തേക്ക് ഒരു 2 ഇഞ്ചെങ്കിലും ഉണ്ടായാൽ മതി. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് ഒരു ലൈറ്ററാണ്. ആ ലൈറ്റർ ഉപയോഗിച്ചിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്ന PVC പൈപ്പിൻ്റെ ഒരു അറ്റം മാത്രം അതിൻ്റെ എല്ലാ ഭാഗങ്ങളും നന്നായിട്ട് തന്നെ ഇതുപോലെ ചൂടാക്കി കൊടുക്കുക. എല്ലാ ഭാഗവും ഒരുപോലെ തന്നെ ചൂടായി കിട്ടണം. അത് ഏതെങ്കിലും ഒരു ഭാഗം മാത്രം ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇത് നമുക്ക് ചെയ്തെടുക്കാൻ കഴിയില്ല. ഇതുപോലെ ലൈറ്റർ കുറച്ച് നേരം ഉപയോഗിക്കുമ്പോൾ കൈ ചൂടാകുന്ന പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പേപ്പറോ മറ്റോ കത്തിച്ചിട്ട് അതിൽ നിന്നുള്ള ചൂട് ഉപയോഗിച്ചിട്ടും പൈപ്പിനെ ചൂടാക്കാവുന്നതാണ്. ഇങ്ങനെ നമ്മൾ ചൂടാക്കി എടുക്കേണ്ടത് ഈ PVC പൈപ്പിൻ്റെ അറ്റത്തുള്ള ഏകദേശം 1/2 ഇഞ്ച് ഭാഗം മാത്രമാണ്. അത് എല്ലാ വശവും ഒരുപോലെ തന്നെ ചൂടാക്കി കൊടുക്കുക. ഞാൻ ഈ ചെയ്യുന്നത് പോലെ ഈ പൈപ്പ് എല്ലാ ഭാഗവും തിരിച്ച് ചൂടാക്കി കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, നമ്മുടെ പൈപ്പിൻ്റെ അറ്റത്ത് ഏകദേശം നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ അറ്റം നമ്മൾ ഇപ്പോൾ ഈ കാണുന്നത് പോലെ പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നന്നായി പ്രസ് ചെയ്തിട്ട്, ഇത് നല്ല ചൂടുണ്ടാവും, അപ്പോൾ നമ്മൾ വിട്ട് ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി. ഒന്നിച്ച് പ്രസ് ചെയ്യുമ്പോൾ കൈ പൊള്ളും, അത് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ എന്തെങ്കിലും തുണിയോ മറ്റോ കൂട്ടിപ്പിടിച്ചും ഇങ്ങനെ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ നമ്മൾ ഇതിനെ ഈ PVC പൈപ്പിൻ്റെ എൻഡ് നമ്മൾ പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല ഫോഴ്സുള്ളൊരു പമ്പാണ് നമ്മൾ നനയ്ക്കാൻ ഉപയോഗിക്കുന്നതെങ്കിൽ ഇപ്പോൾ ഈ കാണുന്നത് പോലെ ഏകദേശം ഒരു 2 അല്ലെങ്കിൽ 3 mm വരെയൊക്കെ ഗ്യാപ്പ് ഇട്ടിട്ട് ഇതുപോലെ പരത്തിയെടുത്താൽ മതി. ഇനി വളരെ ഫോഴ്സ് കുറഞ്ഞ ചെറിയ മോട്ടോർ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നനയ്ക്കുന്നതെങ്കിൽ അത് നന്നായിട്ട് തന്നെ പരത്തി കൊടുക്കണം. ഏകദേശം ഒരു 1 mm ഒക്കെ ഗ്യാപ്പ് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ അത് ആ ഫ്ലെക്സിബിൾ പൈപ്പിലേക്ക് കണക്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഫ്ലെക്സിബിൾ പൈപ്പിന് പകരം നമ്മൾ നല്ല കട്ടിയുള്ള ഹോസൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ഈ അധികമായിട്ട് എടുത്തിരിക്കുന്ന ഈ PVC പൈപ്പിൻ്റെ പീസ് നമുക്ക് ആവശ്യമില്ല. അത് ആ ഹോസിൻ്റെ എൻഡ് തന്നെ നമുക്ക് ഇങ്ങനെ പരത്തിയെടുക്കാവുന്നതാണ്. സിമെൻറ്റ് പ്ലാസ്റ്ററിങ് കഴിഞ്ഞാൽ നനക്കുവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത് ഇതുപോലത്തെ ഫ്ലെക്സിബിൾ പൈപ്പുകൾ തന്നെയാണ്. ഹാർഡായിട്ടുള്ള ഹോസുകൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ വെള്ളം ലോഡായി കഴിഞ്ഞാൽ ഇത് നല്ല വെയിറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇത് വലിച്ചുകൊണ്ട് നടക്കുമ്പോൾ പുതിയ തേപ്പൊക്കെ കഴിഞ്ഞ ഭാഗങ്ങൾ മൂലയൊക്കെ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവും. അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ ഇതുപോലത്തെ ഫ്ലെക്സിബിൾ പൈപ്പ് ഉപയോഗിക്കുക. അതിൽ നമ്മൾ ഈ ചെയ്തതുപോലെ ഇങ്ങനെ ഒരു സംവിധാനം കൂടി ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഈ കാണുന്നത് പോലെ വളരെ ഈസി ആയിട്ട് തന്നെ എത്ര മുകളിലും നനക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് എത്രത്തോളം ഫോഴ്സ് വേണോ അതിനനുസരിച്ച് ആ ഒരു ഭാഗം ചുരുക്കി വെച്ചാൽ മതി, നമ്മൾ ആ പരത്തി വെച്ച PVC പൈപ്പിൻ്റെ ഭാഗം. വീട് തേപ്പൊക്കെ കഴിഞ്ഞാൽ ദിവസവും ചിലപ്പോൾ 3-4 പ്രാവശ്യവും ഒക്കെ നനയ്ക്കേണ്ടതായിട്ട് വരും. വേനൽക്കാലമാണെങ്കിൽ പ്രത്യേകിച്ചും. അപ്പോൾ വീട്ടിൽ മിക്കവാറും എല്ലാ സമയത്തും ലേഡീസൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ കുട്ടികളാണെങ്കിലും തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു സംവിധാനം ഉപയോഗിച്ചിട്ട്, ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, ഇത് ചിമ്മിനിയുടെ മുകളിൽ, അതായത് 2ാം നിലയുടെ ഹൈറ്റിലാണ് ഇപ്പോൾ നനച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സംവിധാനം ചെയ്തെടുത്തത് കൊണ്ട് നമുക്ക് ഈ ഓസ് തന്നെ ഒരുപാട് പൊക്കി പിടിക്കാൻ കഴിയും. ഏകദേശം 1 മീറ്ററിലധികം നമ്മുടെ കൈ കടന്ന് ഇതിൻ്റെ വലിപ്പം മുകളിലോട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത്രയും ഉയരത്തിൽ ഇത് നനയ്ക്കാൻ കഴിയും. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, വളരെ ഉയരത്തിൽ വളരെ ഈസി ആയിട്ടാണ് നനയ്ക്കുന്നത്.
ഇത്തരം കാര്യങ്ങളൊന്നും അറിയാത്ത പലരും പല സ്ഥലങ്ങളിലും വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വീട് നനക്കുന്നത് നമ്മൾ കാണുന്നതാണ്. അത്തരക്കാരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കത് നല്ലൊരു ഉപകാരമായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, വളരെ ചെറിയൊരു കുട്ടിയാണ് ഈ വീടിൻ്റെ മുകൾ ഭാഗത്ത് വരെ വളരെ ഈസി ആയിട്ട് നനച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്യാമെന്ന് മാത്രമല്ല, ഇതുകൊണ്ട് വേറെയും ഒരുപാട് ഉപകാരമുണ്ട്. നമ്മൾ വീടിൻ്റെ അകത്തൊക്കെ പുതിയ തേപ്പൊക്കെ കഴിഞ്ഞതാണെങ്കിൽ അതിനകത്തുകൂടെയൊക്കെ ഈ പൈപ്പ് വലിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ വക്കും മൂലയും ഒക്കെ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവും. അതെല്ലാവർക്കും അനുഭവമുള്ളതും ആവും. അപ്പോൾ അത് ഒഴിവാക്കാൻ നമുക്ക് പുറത്ത് നിന്നുകൊണ്ട് തന്നെ വീട്ടിനകത്ത് സീലിങ്ങോ അല്ലെങ്കിൽ റാക്കിന് മുകളിലോ അങ്ങനെ ഏത് ഭാഗവും ഇത്രയും ഫോഴ്സ് നമുക്ക് ലഭിക്കുന്നത് കൊണ്ട് സിമ്പിളായിട്ട് നനയ്ക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, നമ്മളിങ്ങനെ പൈപ്പ് ഇതിനകത്തേക്ക് എടുക്കുമ്പോൾ ജനാലയുടെ ഏറ്റവും അടിയിലൂടെ എടുക്കരുത്. അത് ജനാലയുടെ അടിഭാഗത്ത് തേച്ച ഭാഗം പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒരു 2 അഴി മുകളിലൂടെ പൈപ്പ് വീടിനകത്തേക്ക് കടത്തുക. എന്നിട്ട് പുറത്ത് നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഉൾവശം എല്ലാ ഭാഗവും നനച്ചെടുക്കാവുന്നതാണ്. മുതിർന്നവർക്കും കുട്ടികൾക്കും വളരെ സിമ്പിളായിട്ട് കെട്ടിടം നനയ്ക്കാവുന്ന ഒരു രീതിയാണ് നമ്മളിവിടെ ചെയ്ത് കാണിച്ചത്. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ആരും നിൽക്കാതെ തന്നെ സമയാസമയങ്ങളിൽ ഓട്ടോമാറ്റിക്കായിട്ട് നനക്കുന്ന രീതിയിലുള്ള വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തേക്കുക, അത് നമുക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിക്കാൻ മടിക്കരുത്. താങ്ക്